ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സീരീസിലെ ഈ വർഷത്തെ അവസാന റെസിപ്പിയാണ് കൂട്ടുകറി. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ? കൂട്ടുകറി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ചെറിയ കഷ്ണം ചേന, മത്തങ്ങ ഇതൊക്കെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ തലേദിവസം കടല കുതിർത്ത് വെച്ചിരുന്നു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കായ ഉണ്ടെങ്കിൽ കായ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിനി കടല, മത്തങ്ങ, ചേന ഇവ മൂന്നും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കടലയും മത്തങ്ങയും ചേനയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് വേവിക്കുന്നതിന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് 2 വിസിൽ വരെ വേവിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കൂട്ടുകറിയിലേക്ക് വേണ്ടുന്ന അരപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകവും 3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും അല്പം വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കറിയിലേക്ക് വേണ്ടുന്ന അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്തതായി ഒരു ചട്ടി തീയിലേക്ക് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും മൂത്ത് വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി തുടർച്ചയായി തേങ്ങയൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നു. ഇനി അതിലേക്ക് എരിവില്ലാത്ത മുളക് പൊടി 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇവിടെ കുട്ടികൾക്കൊന്നും ഒരുപാട് എരിവ് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എരിവ് കുറച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ വരെയോ 1/2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റും കൂടുതലുണ്ട്. ഇനി ഈ വറുത്തെടുത്ത തേങ്ങ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കുക്കറിൽ നമ്മൾ വേവിച്ച വെജിറ്റബിൾസ് എല്ലാം ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി അത് ഈ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. നേരത്തെ നമ്മൾ കറിയിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കി വെച്ചിരുന്നു, അതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൂട്ടുകറി എന്ന് പറയുമ്പോൾ നല്ല ഒരു കുഴഞ്ഞ പരുവത്തിലാണല്ലോ അതിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി കറിയിലെ ഉപ്പിൻ്റെ പോരായ്കയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിയിലുള്ള ആ ഒരു വെള്ളം കറി നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ വറ്റി വരും. കൂട്ടുകറി ഇവിടെ ഇപ്പം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കറി നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂട്ടുകറി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കൂട്ടുകറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ കമൻസ് ആയിട്ടൊന്ന് അറിയിക്കണേ. ഞാൻ ആദ്യമായിട്ടാണ് കൂട്ടുകറി തയ്യാറാക്കി നോക്കുന്നത്. നല്ലൊരു റെസിപ്പി തന്നെയാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വർഷത്തെ ഓണം സീരീസിൽ നമ്മുടെ അവസാനത്തെ റെസിപ്പിയാണ് കൂട്ടുകറി. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.